പക്ഷേ ഇവിടെ ഒന്നും ലിസ്റ്റിൽ വരാത്ത, സ്റ്റാറ്റസുകളിൽ കാണാത്ത, ഒരു സ്ഥലത്തും പാട്ടിൽ കാണാത്ത ഒരാൾ കൂടി നമ്മുടെ വീട്ടിലുണ്ട്. ആരാണ്? പാപ്പ. അല്ലേ? പലപ്പോഴും നമ്മൾ ദേഷ്യക്കാരനെന്നും കാർക്കശ്യക്കാരനെന്നും സ്നേഹിക്കാൻ അറിയാത്ത വാപ്പയെന്നും എന്നൊക്കെ നമ്മൾ പലതും ഇങ്ങനെ പറയും. പക്ഷെ ആ ഉപ്പാന്റെ, ആ വാപ്പയുടെ ഉള്ളിലെ സ്നേഹം നമുക്ക് അറിയണമെങ്കിൽ ഉമ്മടുത്ത് ചോദിച്ചു നോക്കണം. പലപ്പോഴും വാപ്പായി ഉമ്മായി നിൽക്കുന്ന സമയത്ത് ഈ മോൻ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകുമ്പോൾ ഉമ്മാക്ക് മുത്തം കൊടുത്തിട്ട് പുറത്തേക്ക് പോകും. ആ സമയത്ത് ഉള്ളിലൊരാൾ കരയുന്നുണ്ട്. വാപ്പ പുറത്ത് ചിരിച്ചു കാണുമ്പോഴെങ്കിലും ഉള്ളിൽ കരയാണ് ആ മനുഷ്യൻ. എടാ, നിന്റെ വാപ്പ അല്ലേടാ, എനിക്കൊരു മുത്തം തന്നൂടെ എന്ന് നമ്മളൊരു മുത്തത്തിന് വേണ്ടിയിട്ട് ആ വാപ്പ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്. എത്രയോ ദിവസങ്ങൾ നമ്മൾ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. അല്ലെ, ഈ മോൻ എന്നെ നോക്കുന്നില്ലല്ലോ, എന്നെ ഒന്ന് വാപ്പാടെ പരിഗണന ഒന്ന് തരുന്നില്ലല്ലോ എന്നാലോചിച്ച് ഉള്ളിൽ കരയുന്ന ഒരു മനുഷ്യനാണ് ആര്? വാപ്പ. വാപ്പ കരയുന്ന കണ്ടിട്ടുണ്ടോ? വാപ്പ ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ വാപ്പ കരയുന്ന കാണാറില്ല. അല്ലെ? വാപ്പ നമുക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിത്തീരുന്ന ഒരു ജീവിതമാണ് വാപ്പ എന്ന് പറയുന്നത്. അല്ലേ? നമ്മുടെയൊക്കെ വാപ്പ ആലോചിച്ച് നോക്കിയേ, രാവിലെ മുതൽ രാത്രി വരെയും ഒരു അധ്വാനത്തിലാണ്. അല്ലെ? പുറത്ത് പണിയിലാണ്. ആ ഒരു വീട്ടിൽ കയറുന്നുള്ള വളരെ അപൂർവമാണ്. വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റാണ് പലപ്പോഴും വാപ്പ. ഗൾഫിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ വർഷങ്ങളിൽ കാണുന്ന ഒരു അതിഥി. അല്ലെ? എപ്പോഴെങ്കിലും ജസ്റ്റ് കാണാൻ കിട്ടും. ആ വാപ്പ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? വാപ്പാക്ക് വേണ്ടി വാപ്പ ഇതുവരെയും ജീവിച്ചിട്ടില്ല. വാപ്പാടെ ജീവിതം മുഴുവനും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് മാത്രം ഉരുകി തീരുന്ന ഒരു ജീവിതം. അതാണ് വാപ്പ എന്ന് പറയുന്നത്. സന്തോഷം എന്തെന്നറിയാത്ത, സുഖം എന്തെന്നറിയാത്ത, കഷ്ടപ്പാടുകൾ മാത്രം അറിഞ്ഞ ഒരു ജീവിതം. ആ വാപ്പയുടെ വിയർപ്പ് തുള്ളിയാണ്, ആ കഷ്ടപ്പാടാണ് നമ്മൾ ഇന്നിരിക്കുന്നത്. നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളെ എല്ലാ സുഖ സൗകര്യങ്ങളും ആ വാപ്പയുടെ കഷ്ടപ്പാടാണ്. അല്ലെ? പലപ്പോഴും നമ്മൾ കുറച്ച് വലുതായി വരുമ്പോൾ ആ വാപ്പയുടെ മുഖത്ത് നോക്കിയിട്ട്, എടാ കിളവാ, എനിക്കറിയാം ചെയ്യാൻ എന്ന് പറയുമ്പോൾ ആ വാപ്പാടെ കൽവ് പൊട്ടുന്നുണ്ട്. ഉമ്മാടെ മുഖത്ത് നോക്കിയിട്ട്, തള്ളേ എനിക്കറിയാം, ഉണ്ടാക്കണ്ട എന്ന് ഉമ്മാടെ മുഖത്ത് പോയി പറയുമ്പോൾ ആ ഉമ്മ ആലോചിക്കും, എടാ നീ ഇങ്ങനെ സംസാരിക്കാൻ ശീലിച്ചത് എന്റെ മുലപ്പാൽ കുടിച്ചിട്ടല്ലേടാ. നീ എന്റെ മുലപ്പാൽ കുടിച്ചിട്ടില്ലേ വളർന്നത്? നീ എത്ര രാത്രിയാണ് എന്റെ ഉറക്കം കെടുത്തിയത്, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നില്ലോടോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഉള്ളിൽ കരയുന്നുണ്ട്. ഈ ഉമ്മാടെയും പാപ്പാടെയും പൊരുത്തം കിട്ടാതെ നമുക്ക് സ്വർഗം കിട്ടും തോന്നുന്നുണ്ടോ? അല്ലെ? നമ്മളാക്കിയ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും കാരണം, അല്ലെ, നമ്മൾ ജനിക്കാൻ കാരണം, എല്ലാത്തിൻ്റെയും കാരണമായിട്ടുള്ള വാപ്പായും ഉമ്മായും. അവരില്ലാത്തൊരു ലോകം നമ്മൾ ആലോചിച്ച് നോക്കി. അവര് ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗമാണ്. വാപ്പായും ഉമ്മായും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സ്വർഗമാണ്. അവര് മരിച്ചാലേ നമുക്ക് അതിന്റെ വിഷമം അറിയൂ. അവര് മരിക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആലോചിച്ച് നോക്കി. വാപ്പ ഇല്ലാത്ത വീട്ടിലേക്ക്, ഉമ്മ ഇല്ലാത്തൊരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവസ്ഥ ആലോചിച്ചു. നമ്മളവിടെ ചെന്ന് ഉമ്മ എന്ന് വിളിക്കുമ്പോൾ അവിടെ മറുപടി പറയാൻ ഉമ്മ ഇല്ല. പിന്നെ ആരോടാ നമ്മൾ വിഷമം പറയാം? ആരോടാ നമ്മൾ സങ്കടം പറയാം? നമുക്ക് സാധനം വാങ്ങണം, വസ്ത്രം വാങ്ങണം, പലതും വാങ്ങണം. വാപ്പ എന്ന് വിളിക്കാൻ ഒരാളില്ലെങ്കിൽ ആരോട് നമ്മൾ പറയും? നമ്മൾ ആരടുത്ത് പോയി പറയും? ആരാ നമുക്കിതൊക്കെ വാങ്ങിത്തരിക? ആരാണ് സ്നേഹം തരിക? നമ്മൾ ആശ്വസിപ്പിക്കാൻ ആരാളുള്ളത്? പള്ളിക്കാട്ടിൽ പോയിട്ട് അവിടെ കരഞ്ഞിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് വാപ്പായും ഉമ്മായും നമ്മൾ നോക്കിയാൽ അതിൽ കാര്യമുണ്ട്. അല്ലാതെ മരിച്ചതിന് ശേഷം വാപ്പ പോയല്ലോ ഉമ്മ പോയല്ലോ സ്റ്റാറ്റസ് ഇട്ടിട്ട് കാര്യമുണ്ടോ? നഷ്ടപ്പെട്ടത് പോയത് പിന്നെ തിരിച്ചു കിട്ടൂല. അല്ലെ? കണ്ണുള്ളപ്പോൾ നമുക്ക് എൻ്റെ കണ്ണിന്റെ കാഴ്ച അറിയില്ലെന്നുള്ളതാണ്. വാപ്പായും ഉമ്മയും മരിച്ച ആളുകളെടുത്ത് ചോദിച്ചു നോക്കിയാൽ അവരെത്രമാത്രമാണ് വിഷമിക്കുന്നതെന്ന്.